ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെന്റർ ഫോർ CS സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിക്കർസീവ് ഡിസൈൻ പാഴ്സർ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്. ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിന്റെ രണ്ടാമത്തെ പാഴ്സിംഗ് ആണ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് എന്താണെന്ന് നോക്കാം. അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? റിക്കർസീവ് ലാംഗ്വേജിന്റെ നെസസിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്കർസീവ് ഡിസൈൻ പാഴ്സറിന്റെ ഒരു ടാബുലാർ റെപ്രസെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ടാബുലാർ റെപ്രസെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെയാണ് നമ്മൾ പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് എന്ന് പറയുന്നത്. ആ പ്രെഡിക്റ്റീവ് പാഴ്സിംഗിന്റെ ടേബിളിൽ നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്, ഒരു സ്റ്റാക്ക് ഉണ്ട്, ഒരു പാഴ്സിംഗ് ടേബിൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടും ഉണ്ട്. അപ്പൊ ഇതിൽ പാഴ്സിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ കൂടെ എപ്പോഴും ഒരു ഡോളർ സിമ്പൽ റൈറ്റ് എൻഡ് മാർക്കിംഗ് ആയിട്ട് ഉണ്ടാവും. ആ സ്ട്രിങ് തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ സ്റ്റാക്കിനകത്ത് ഒരു സീക്വൻസ് ഓഫ് ഗ്രാമർ സിമ്പിൾസിനോടൊപ്പം തന്നെ ഒരു ടോപ്പ് എൻഡ് മാർക്കർ ആയിട്ടും ഒരു ഡോളർ സിമ്പൽ ഉണ്ടാവും. അത് ആ സ്റ്റാക്കിന്റെ ടോപ്പ് റീച്ച് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതിൽ നമ്മൾ മെയിൻ ആയിട്ടും രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ടേബിൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റും അടുത്തത് ഫോളോയുമാണ്. ഇതിന്റെ എക്സാമ്പിൾ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ റൂള് എന്താണ്, എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷനിൽ എക്സ് എന്ന് പറയുന്നത് ഒരു ടെർമിനൽ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടെർമിനലിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഒരു ടെർമിനൽ തന്നെ ആയിരിക്കും. ആ ടെർമിനൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. അത് എക്സ് എന്ന് പറയുന്നത് മാത്രമല്ല, ഏത് ടെർമിനൽ ആയിക്കോട്ടെ, സ്പെഷ്യൽ സിംബലോ മറ്റേതെങ്കിലും ആൽഫബറ്റോ ഡിജിറ്റ്സോ കോമ്പിനേഷൻസോ നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ഏത് ടെർമിനൽ ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു ടെർമിനൽ തന്നെ ആയിരിക്കും. ഇനി അടുത്തൊരു നോൺ ടെർമിനലിന്റെ ആണ് ഞാൻ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ ആണ്. ആ എക്സ് എനിക്ക് എ ആൽഫ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ തരുന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ എലമെന്റ് എന്താണ്? ടെർമിനൽ അല്ലേ? ആ എലമെന്റിനെ ഫസ്റ്റ് ഓഫ് എക്സിന്റെ ഉത്തരമായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അടുത്ത റൂള് പറയുന്നത് എക്സ് ഗീവ്സ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ ആണ് എങ്കിൽ ആ എക്സിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഉത്തരമായിട്ട് എപ്സിലോൺ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ആൽഫ ഗീവ്സ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ ആൽഫയുടെ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് ഇടതുവശത്ത് കിടക്കുന്ന എലമെന്റിന്റെ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഇടതുവശത്ത് കിടക്കുന്ന എലമെന്റിനെ അതിന്റെ പ്രൊഡക്ഷന്റെ വലതുവശത്തെ എലമെന്റ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ആൽഫ ഇപ്പൊ എനിക്ക് എന്താ തരുന്നത്? എക്സ് വൈ ആണ് തരുന്നത് അല്ലെ? അപ്പൊ ആൽഫയ്ക്ക് പകരം എനിക്ക് എക്സ് വൈ എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. ഇനി അത് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ എലമെന്റിലെ ആദ്യത്തെ എലമെന്റിനെ ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഓഫ് എക്സ് വൈയിൽ ആദ്യത്തെ എലമെന്റ് ആരാണ്? എക്സ് അല്ലേ? അപ്പൊ എക്സിനെ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യുക. ഓക്കെ. ആ ഫസ്റ്റ് ഓഫ് എക്സിൽ എന്തുണ്ടാവരുത്? എപ്സിലോൺ ആവാൻ പാടില്ല. അതൊരു വിലയായിരിക്കണം. പ്രൊഡക്ഷനകത്ത് ഒരു വാല്യൂ തന്നെ ആയിരിക്കണം എക്സ് എന്ന് പറയുന്നത്. എപ്സിലോൺ ആവാൻ പാടില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ള റൂൾസ് എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. രണ്ടാമത് നമ്മൾ ഇനി ഫോളോ കണ്ടുപിടിക്കാനുള്ള റൂളാണ് നോക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നു എസ് എന്ന് പറയുന്നതിന്റെ ഫോളോ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ എസ് എന്ന് പറയുന്നത് എന്റെ സ്റ്റാർട്ട് സിമ്പൽ ആണെങ്കിൽ, സ്റ്റാർട്ട് സിമ്പൽ എന്തായിരുന്നു? എന്റെ സ്റ്റാർട്ട് പ്രൊഡക്ഷന്റെ, അതായത് ഏറ്റവും ആദ്യം കിടക്കുന്ന പ്രൊഡക്ഷന്റെ ഇടതുഭാഗത്ത് കിടക്കുന്ന ഒരു നോൺ ടെർമിനൽ, ആദ്യത്തെ നോൺ ടെർമിനൽ ആണ് എന്തെന്ന് പറയുന്നത്? എന്റെ സ്റ്റാർട്ട് സിമ്പൽ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ഫോളോ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫോളോയുടെ യുടെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഡോളർ സിമ്പൽ ആണ്.
മനസ്സിലായോ? ഇനി രണ്ടാമത്തെ റൂള് പറയുന്നത് നോക്കിയേ, എനിക്കൊരു പ്രൊഡക്ഷൻ ഉണ്ട്. ആ പ്രൊഡക്ഷൻ എ ഗീവ്സ് ആൽഫ ബി ബീറ്റ ഫോർമാറ്റിലാണെങ്കിൽ, ആ ഫോർമാറ്റിലാണെങ്കിൽ ബീറ്റ എപ്സിലോൺ അല്ലെങ്കിൽ, ബീറ്റയ്ക്ക് ഒരു വിലയുണ്ട്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു നോൺ ടെർമിനലോ ടെർമിനലോ വാട്ട് എവർ ഇറ്റ് ഇസ് അതർ ദാൻ എപ്സിലോൺ, എപ്സിലോൺ അല്ലാതെ മറ്റെന്ത് വിലയാണോ അതിനുള്ളത്, അതിനൊരു വില ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഓഫ് ബീറ്റ കണ്ടുപിടിക്കുക. അങ്ങനെ ഫസ്റ്റ് ഓഫ് ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ ആ ഫസ്റ്റിനകത്ത് എപ്സിലോൺ ഒഴികെ, ആ ഫസ്റ്റിനകത്ത് എപ്സിലോൺ ഉണ്ട് എന്ന് വിചാരിക്കുക, ആ എപ്സിലോൺ ഒഴികെ ബാക്കി എല്ലാ വിലയും ബിക്കകത്ത് വരും. ബി, ഈ ബി അതിനകത്ത് വരും. ഓക്കെ. ഇനി മൂന്നാമത്തെ റൂള് പറയുന്നു, എനിക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ എ ഗീവ്സ് ആൽഫ ബി ആണെങ്കിൽ, അതായത് ബീറ്റ ഇല്ല, ബീറ്റ എപ്സിലോൺ ആണ്, ബീറ്റയ്ക്ക് വിലയില്ല, അല്ലെങ്കിൽ എ ഗീവ്സ് ആൽഫ ബി ബീറ്റ ആണെങ്കിൽ, അവിടെ ബീറ്റയ്ക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇനി അതുമല്ല, ഞാൻ നമ്മുടെ സെക്കൻഡ് റൂള് വെച്ചിട്ട് എനിക്ക് ബീറ്റയ്ക്ക് വിലയുണ്ടെന്ന് മനസ്സിലായി, ഫസ്റ്റ് ഓഫ് ബീറ്റ കണ്ടുപിടിച്ചു, ആ ഫസ്റ്റ് ഓഫ് ബീറ്റയ്ക്ക് അകത്ത് വന്നത് എപ്സിലോൺ ആണെങ്കിൽ എന്തിന്റെ ഫോളോയാ കണ്ടുപിടിക്കണ്ടേ? എയുടെ ഫോളോ, അതായത് ആ പ്രൊഡക്ഷന്റെ LHSലുള്ള നോൺ ടെർമിനലിന്റെ ഫോളോ വേണം കണ്ടുപിടിക്കാൻ. ആ ഫോളോയ്ക്ക് എന്ത് ഉത്തരമാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ബിയുടെ ഉത്തരമെന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും. കാണാത്തവരുണ്ടെങ്കിൽ പ്രോബ്ലം കാണുക. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഫസ്റ്റും ഫോളോയും വെച്ചിട്ടാണ് നമുക്ക് പ്രെഡിക്റ്റീവ് ടേബിളിന്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ട എലമെന്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി പ്രെഡിക്റ്റീവ് ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ റൂള് പറയുന്നത്, തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ എ ഗീവ്സ് ആൽഫ ഫോർമാറ്റിലാണെങ്കിൽ സ്റ്റെപ്പ് 2 and 3 ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രൊഡക്ഷൻസും എ ഗീവ്സ് ആൽഫ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ ഗ്രാമർ പറഞ്ഞപ്പോൾ ആൽഫ ഗീവ്സ് ബീറ്റ എന്ന് പറഞ്ഞ ആ ഫോർമാറ്റ്, സെയിം ഫോർമാറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് എന്താ പറയുന്നേ, നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റിനകത്ത് ടെർമിനൽ ഉണ്ടെങ്കിൽ, എന്ന് പറയുന്ന ടെർമിനൽ എന്നല്ല, എനി ടെർമിനൽ, ഏതെങ്കിലും ഒരു ടെർമിനൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രെഡിക്റ്റീവ് ടേബിളില് നമ്മുടെ മെഷീൻ ആണ് കേട്ടോ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോൺ ടെർമിനൽ ടെർമിനൽ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ ആ പ്രൊഡക്ഷൻ എഴുതുക, ഉത്തരമായിട്ട് ആ പ്രൊഡക്ഷൻ എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ടേബിൾ വരയ്ക്കുമ്പോൾ നമ്മൾ റോയും കോളവും വെച്ച് മാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ മാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് എ ഗീവ്സ് ആൽഫ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റെപ്പ് 3ൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഫസ്റ്റ് ഓഫ് ആൽഫ കിട്ടി, അതിനകത്ത് എപ്സിലോൺ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ബി, എപ്സിലോൺ ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഫോളോ ഓഫ് എ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു അല്ലെ, ഇടത് സൈഡിൽ കിടക്കുന്നതിന്റെ ഫോളോ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോ എ ഗീവ്സ് ആൽഫ എന്ന് പറയുന്നത് ഫോളോ ഓഫ് എ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ടെർമിനലുകൾ ഏതാണോ അതിന്റെ സ്ഥാനത്ത് മെഷീൻ എ ബി എന്നുള്ള കോമ്പിനേഷനിൽ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് കണ്ടുപിടിച്ചു, ഫസ്റ്റ് ഓഫ് ആൽഫ കണ്ടുപിടിച്ചു, അപ്പൊ അതിനകത്ത് എപ്സിലോൺ ഉണ്ടായി. ഓക്കെ, ഇനി ആ എപ്സിലോൺ ഉണ്ടായത് കാരണം ഞാൻ ഫോളോ ഓഫ് എ കണ്ടുപിടിച്ചല്ലോ, ആ ഫോളോയ്ക്ക് കിട്ടിയ ഉത്തരത്തിനകത്ത് ഡോളർ സിമ്പൽ ഉണ്ടെങ്കിൽ, ആ എ എന്ന് പറയുന്ന നോൺ ടെർമിനലിന്റെയും ഡോളർ എന്ന് പറയുന്ന ടെർമിനലിന്റെയും കോമ്പിനേഷൻ മാപ്പ് ചെയ്യുന്ന കോളം ഏതാണോ അതിനകത്ത് വേണം ഞാൻ എ ഗീവ്സ് ആൽഫ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എഴുതാൻ. അങ്ങനെയാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിളിൽ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിളിന്റെ സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ ആണ് പറയുന്നത്. നമുക്ക് സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ മറ്റു പല പാഴ്സിംഗ്, നമ്മുടെ ബോട്ടം അപ്പ് പാഴ്സിംഗിനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാക്കിനകത്തേക്ക് റിവേഴ്സ് ഓർഡറിലാണ് നമ്മുടെ
വാല്യൂസിനെ നമ്മൾ പുഷ് ചെയ്ത് വെക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഏത് ഓർഡറിലാണോ പ്രൊഡക്ഷൻ ആ രീതിയിൽ തന്നെയാണ് സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. പക്ഷെ പ്രെഡിക്റ്റീവ് പാഴ്സിംഗിന്റെ കേസിലാണെങ്കിൽ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് വാല്യൂസ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത്. അത് എപ്പോഴും ഓർക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കിന്റെ ടോപ്പ് സിമ്പൽ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു നോൺ ടെർമിനലാണ്. കറണ്ട് ഇൻപുട്ട് സിമ്പൽ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു ടെർമിനലാണ് എന്ന് അസ്യൂം ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള എലമെന്റും നമ്മുടെ ഇൻപുട്ട് സിമ്പലിലുള്ള എലമെന്റും ഡോളർ ആണ് എന്ന് വിചാരിക്കുക. സ്റ്റാക്കിനകത്തിരിക്കുന്ന എലമെന്റും ഇൻപുട്ട് സിമ്പലിനകത്തിരിക്കുന്ന എലമെന്റും ഡോളർ ആണെങ്കിൽ പാഴ്സർ നമ്മുടെ സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പാഴ്സ് ചെയ്തു എന്ന് അനൗൺസ് ചെയ്യും. അതായത് ഫർദർ ഇനി അതിനകത്തൊന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെയല്ല, നമുക്ക് ആദ്യം ഇരിക്കുന്ന എലമെന്റും നമ്മുടെ സ്റ്റാക്കിൽ ഇരിക്കുന്ന എലമെന്റും ഇൻപുട്ടിലിരിക്കുന്ന എലമെന്റും തുല്യമാണ്. പക്ഷെ രണ്ടും എന്തല്ല, ഡോളർ സിമ്പൽ അല്ല എന്നാണെങ്കിൽ അത് രണ്ടും എന്താണ്, ഒരു ടെർമിനൽ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ വാല്യൂ ആണെങ്കിൽ ആ എക്സിനെ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇൻപുട്ട് പോയിന്റർ തൊട്ടടുത്ത സിമ്പലിലേക്ക് പോയിന്റ് ചെയ്യിക്കുക. പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻപുട്ട് സ്ട്രിങ്ങിലും സ്റ്റാക്കിലും ആ എലമെന്റ് ഇല്ലല്ലോ, പിന്നെ നമുക്ക് അതിൽ പോയിന്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ല. തൊട്ടടുത്ത എലമെന്റിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യുന്നു. ഇനി എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനലാണ്. അത് നമുക്ക് ഇൻപുട്ട് സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്തപ്പോ ഡിഫറന്റ് ആണ് വന്നത്, സെയിം അല്ല വന്നത് എങ്കിൽ എന്ത് ചെയ്യണം, എക്സ് എ എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ പാഴ്സിംഗ് ടേബിളിൽ നോക്കി. പാഴ്സിംഗ് ടേബിളിൽ നോക്കിയപ്പോൾ സെയിം അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു എറർ എൻട്രി ആണ് എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന നോൺ ടെർമിനലിന് ഒരു പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. എക്സ് ഗിവ്സ് യു വി ഡബ്ല്യു ആണ് ആ പ്രൊഡക്ഷൻ എന്ന് അസ്യൂം ചെയ്യുക. സ്റ്റാക്കിലിരിക്കുന്ന എക്സ് ഒരു നോൺ ടെർമിനലാണ്. ഇൻപുട്ട് സിമ്പലുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ അത് രണ്ടും സെയിം അല്ല. അപ്പോ ഒരു തെറ്റായ എൻട്രി ആണ് സ്റ്റാക്കിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിന് ഒരു പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കി. അതിനൊരു പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ സ്റ്റാക്കിലിരുന്ന എക്സ് എന്ന് പറയുന്ന നോൺ ടെർമിനലിനെ പോപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ പ്രൊഡക്ഷനിലുള്ള യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ എലമെന്റിനെ റിവേഴ്സ് ഓർഡറിൽ ആദ്യം ഡബ്ല്യു വയ്ക്കും, രണ്ടാമത് വി വയ്ക്കും, മൂന്നാമത് യു വയ്ക്കും. ആ ഓർഡറിൽ നേരെ തിരിച്ച് എങ്ങനെയാണോ പ്രൊഡക്ഷനിൽ ഇരിക്കുന്നത് അതിന്റെ നേരെ റിവേഴ്സ് ഓർഡറിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷനിൽ ഏറ്റവും അവസാനം ഇരുന്ന യു എന്ന് പറയുന്ന എലമെന്റ് സ്റ്റാക്കിലെ ഏറ്റവും ആദ്യത്തെ എലമെന്റ് ആയിട്ട് പ്രസന്റ് ആവും. അതിനുശേഷം ഈ പറഞ്ഞ പ്രോസസ്സുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അങ്ങനെ എപ്പോഴാണോ സിമിലർ വാല്യൂസ് വരുന്നത് പോപ്പ് ചെയ്ത് ഇൻപുട്ട് സ്ട്രിങ് പ്രോസസ്സ് ചെയ്ത് ഡോളർ സിമ്പലായ എം ടി സ്ട്രിങ്ങിലേക്ക് എത്തിക്കുക. അങ്ങനെയാണ് സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.